ഗുജറാത്തിൻ്റെയും പാകിസ്ഥാൻ സിന്ധ് പ്രദേശത്തിൻ്റെയും അടുത്ത് കിടക്കുന്ന 96 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു കനാലുണ്ട്, അല്ലെങ്കിൽ ഒരു ചാലുണ്ട്, അല്ലെങ്കിൽ ഒരു വെള്ളക്കെട്ടുണ്ട്. അതിൻ്റെ നല്ലൊരു ഭാഗവും ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണെന്ന് ഇന്ത്യയും, അതിൻ്റെ സമ്പൂർണ്ണമായി ഇന്ത്യക്ക് വേണമെന്ന് ഇന്ത്യയും, അതിൻ്റെ നടുക്ക് ഭാഗത്ത് വെച്ച് പകുതി ഭാഗം പാകിസ്ഥാനും വേണം എന്നുള്ള ചർച്ച വളരെ വലിയ തോതിലാണ് നടക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബോംബെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുത്തി ഒരു ബ്രിട്ടീഷുകാരനാൽ തന്നെ വലിയ ചർച്ച നടത്തി ഒരു കരാറും ഉണ്ടാക്കിയതാണ്. പക്ഷേ ആ കരാറൊന്നും മുമ്പോട്ട് പോയില്ല. 65-ൽ നമ്മുടെ പാകിസ്ഥാനുമായിട്ടുള്ള ഇതിൻ്റെ പേരിലുള്ള തർക്കം നടന്നു, വഴക്ക് നടന്നു. അപ്പോഴും ഇതിനകത്തൊരു ഒത്തീർപ്പുണ്ടായില്ല. മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഒത്തീർപ്പ് ചർച്ച നടന്നു, അതും ഒന്നും എങ്ങും എത്തിയില്ല. ഇപ്പോഴിതാ 2025 23-ലും വലിയ പ്രശ്നമുണ്ടായവിടെ 25 ഈ സർസിക്രി എന്ന് പറയുന്നതിൻ്റെ ആ കനാലിൻ്റെ അങ്ങേ വശത്ത്, അല്ലെങ്കിൽ ആ വെള്ളക്കെട്ടിൻ്റെ അങ്ങേ വശത്ത് പാകിസ്ഥാൻ്റെ സൈഡിൽ അവർ സൈന്യങ്ങളുടെ എണ്ണം കൂട്ടുകയാണ്. ഇതാണ് വിഷയം. അങ്ങനെ സൈന്യങ്ങളുടെ എണ്ണം കൂട്ടി ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ എളുപ്പമാണ്. ബോംബെ ആക്രമണത്തിനുള്ള ആളുകൾ കടന്നു കയറിയത് ഈ കനാൽ വഴിയാണ്, അല്ലെങ്കിൽ ഈ ചാല് വഴിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് തുറന്നു കയറാൻ കഴിയുന്ന വളരെ തന്ത്രപ്രധാനമായൊരു സ്ഥലമാണ്. പലപ്പോഴും അവിടെ മത്സ്യത്തൊഴിലാളികൾ ഇതിൻ്റെ അതിർത്തി മനസ്സിലാക്കാൻ കഴിയാതെ, ഇത് പകുതി അവരതും പകുതി നമ്മളെന്ന് അവരും മൊത്തം നമ്മളും അല്ലേ പറയുന്നത്, ഈ തർക്കം മനസ്സിലാക്കാതെ മത്സ്യത്തൊഴിലാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി മത്സ്യം പിടിക്കുന്നു. അതിലൊരുപാട് ആളുകളെ പാകിസ്ഥാൻ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, കുറേ പേരെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് പോയിട്ട് വലിയ തന്ത്രപ്രധാനമായൊരു സ്ഥലമാണത്. ഈ കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പട്ടാളക്കാരുടെ റെജിമെൻറ്റുമായി ബന്ധപ്പെട്ടൊരു യോഗത്തിൽ മഹാനവമി വിജയദശമിയുടെ ആഘോഷത്തിൻ്റെ ചർച്ചയിൽ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ വന്ന കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ വലിയ സർസിക്രിയുടെ അടുത്ത് അങ്ങേക്കരയിൽ, പാകിസ്ഥാൻ്റെ കരയിൽ വലിയ തോതിൽ നിങ്ങൾ സൈന്യങ്ങളുടെ എണ്ണം കൂട്ടുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോണം. അതുവഴി കറാച്ചിയിലേക്ക് വരാനും ഞങ്ങൾക്ക് എളുപ്പമാണ്. ഞങ്ങൾക്ക് ആകാശമാർഗം കറാച്ചിയിൽ വരേണ്ടതില്ല. ഇതുവഴി ഞങ്ങൾക്ക് കറാച്ചിയിൽ വരാൻ എളുപ്പമാണ്. നിങ്ങളുടെ കറാച്ചിയെ ഞങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയും. ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. ചരിത്രപരമായി ഞങ്ങൾ വെറുതെ ഇരിക്കുന്നവരല്ല. ഭൂമിശാസ്ത്ര ഘടകങ്ങൾ പരിശോധിച്ചാലും ഞങ്ങൾ ആക്രമിക്കുക തന്നെ ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ നിങ്ങളെ തിരിച്ചടിച്ചിരിക്കും എന്ന് വളരെ കൃത്യമായി രാജ്നാഥ് സിംഗ് ഇന്നലെ പറഞ്ഞു. എന്തായാലും സർസിക്രി പ്രശ്നം വളരെ വലിയ തോതിലാണ് പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള അടുത്ത തല്ലിന് വരുന്നത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും അവരിങ്ങനെ ചൊറണ്ടി മാന്തി നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. കാശ്മീരിൽ ഇത് കഴിഞ്ഞപ്പോൾ അടുത്തതായി ഇപ്പോൾ സർസിക്രിയുടെ ഗുജറാത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വന്ന് നമ്മുടെ ബോർഡറുകളിലൊക്കെ വന്ന് തോണ്ടി പറക്കി നടക്കുക എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഒരു പരിപാടിയാണ്. മോഹൻലാൽ പറയുന്നതാണ്, ഇതിൽ പറഞ്ഞൊരു മുദ്രാവാക്യമാണ്, അല്ലെങ്കിൽ ഒരു സ്ലോഗനാണ്, ഒരു ക്യാപ്ഷനാണ് ഇതിന് അനുയോജ്യം. നമ്മളായിട്ട് ആരെയും ചൊറിയാനൊന്നും പോവില്ല. ഇങ്ങോട്ട് വന്നാൽ മാന്തിപ്പറിക്കും. തീർച്ചയായിട്ടും ഇന്ത്യയെ ചൊറിയാൻ ഇന്ത്യ ഒരു രാജ്യത്തെയും പോയി ചൊറിയാറില്ല, ഒന്നും ചെയ്യാറില്ല. പക്ഷേ ഇവിടെ വന്നാൽ നമ്മൾ വിടാറുമില്ല. പാകിസ്ഥാന് പലവട്ടം ഇത് അനുഭവം വന്നതാണ്. യുദ്ധത്തിൻ്റെ രൂപത്തിൽ, പഹൽഗാമിൻ്റെ രൂപത്തിൽ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ രൂപത്തിൽ, പല രൂപത്തിൽ അവർ പഠിച്ചതാണ്. എന്നാലും ചേട്ടന്മാർ പഠിക്കില്ല. വീണ്ടും വീണ്ടും നമ്മുടെ പുറകെ നടക്കുന്നു. ഇപ്പോഴിതാ ഗുജറാത്ത് ബോർഡറിലേക്ക് നടക്കുന്നു. അത് കൃത്യമായി കൈകാര്യം ചെയ്തിരിക്കും എന്ന് തന്നെയാണ് ഇന്ത്യ ആവശ്യത്തിനുള്ള മുന്നറിയിപ്പ് പാകിസ്ഥാന് കൊടുത്തു കഴിഞ്ഞു.